ഇതുപോലെ പച്ചക്കായ ഒരു 3-4 എണ്ണം വീട്ടിലുണ്ടെങ്കിലേ അതിന്റെ തലയും വാലും ഒക്കെ കട്ട് ചെയ്തിട്ട് ഒരു വെജിറ്റബിൾ സ്റ്റീമറിലോ അല്ലെങ്കിൽ ഒരു ഇഡ്ഡലി കുട്ടത്തിലോ വെച്ച് ഇതുപോലെ ഒന്ന് പുഴുങ്ങിയെടുക്കണേ ഒരു 10 മിനിറ്റ്. എന്നിട്ട് അതിന്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ കുഞ്ഞിതായിട്ട് അരിഞ്ഞെടുത്താലും മതി. ഇനി ഇതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഒരു പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ചേർത്തിട്ട് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. കുറച്ച് ഉഴുന്നും കൂടെ ചേർത്ത് കറിവേപ്പിലയും ചേർത്ത് ആ ഉഴുന്നിൻ്റെയൊക്കെ കളർ ഒന്ന് മാറി വരണം. ആ സമയത്ത് ഇതിലേക്ക് പച്ചമുളകും വെളുത്തുള്ളിയിലയും ചേർത്ത് ഒന്നും കൂടെ മിക്സ് ആക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് സവാള ഒന്ന് ചേർത്ത് കൊടുത്ത് സവാളയൊക്കെ ഒന്ന് വഴണ്ട് വരുമ്പോഴേക്കും ഒരല്പം ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒന്നും കൂടെ അങ്ങ് വഴറ്റിയെടുക്കണേ. അതിന്റെ പച്ചമണം ഒന്ന് മാറി വരുമ്പോഴേക്കും നമ്മളിവിടെ ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ആ പച്ചക്കായ ഉണ്ടല്ലോ വേവിച്ചെടുത്തത്, അതും ചേർത്ത് ഒന്നും കൂടെ മിക്സ് ആക്കിയിട്ട് ഇനി നടുക്കൊരു കുഴി ഇതുപോലെ ആക്കിയിട്ട് അതിൽ അല്പം നെയ്യ് ചേർത്തിട്ട് ഒരു 2 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. മുട്ടയില്ലാതെ ഇത് ഉണ്ടാക്കാം, നല്ല ടേസ്റ്റ് ആണ്. അപ്പോഴ് ഇനി നമുക്ക് എല്ലാം കൂടെ മിക്സ് ആക്കി മുട്ടയൊക്കെ നല്ല പോലെ ഒന്ന് വെന്ത് വരണം. ഇതുപോലെ ഒന്ന് വേവിച്ചെടുത്തിട്ട് ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോഴും നേരത്തെ ഉപ്പ് ചേർക്കാൻ വിട്ടുപോയതാണ് കേട്ടോ. അപ്പൊ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഒന്നും കൂടെ അങ്ങ് മിക്സ് ആക്കി എടുത്തിട്ട് ഇനി ഫൈനലി കുറച്ച് ആഡംബരം ആയാലോ. അതും ഒരു ആഡംബരത്തിന് വേണ്ടി മാത്രം ചേർക്കുന്നതാണ് കുറച്ച് തേങ്ങ. ഇതും വേണമെങ്കിൽ ചേർക്കാതിരിക്കാം. ഇനി ഒന്നും കൂടെ മിക്സ് ആക്കിയിട്ട് ഒന്ന് കഴിച്ചു നോക്കിയേ, നല്ല അടിപൊളി ഐറ്റം ആണ്, നല്ല ടേസ്റ്റിയാണ്. അപ്പൊ ഒരു വട്ടമെങ്കിലും പച്ചക്കായ കിട്ടുമ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം, എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടാവും. അപ്പൊ എങ്ങനെയാ ട്രൈ